ക്രിസ്മസിൽ രാജാവായിട്ട് വരുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെറും റെസിപ്പിയല്ല, നല്ല റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനാദ്യം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഓറഞ്ച് ജ്യൂസിലൊന്ന് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഈ കൂടെ ഞാൻ മിക്സഡ് ജാമും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഷുഗർ ഒന്ന് നല്ല ഡാർക്ക് കളറിൽ കാരാമലൈസ് ചെയ്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. പിന്നെ പഞ്ചസാരയും സ്പൈസസും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് 3 തവണ അരിച്ച് മാറ്റി വെക്കാം. ഈ സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊന്ന് മൈദായി കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് ബട്ടറും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രീമി ടെക്സ്ചറിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മുട്ടയും എസൻസുകളും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ കൂടെ ഓറഞ്ച് സെസ്റ്റ് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കാരാമൽ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കാരാമൽ മിക്സ് നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിലും കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പാനിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാരാമൽ മിക്സ് ബേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിറ്റേന്നാണ് ഞാൻ കട്ട് ചെയ്ത് നല്ല കിടിലൻ ടേസ്റ്റുള്ള നല്ല റിച്ച് പ്ലം കേക്കാണ് കേട്ടോ.